ആവശ്യമാണ്. പക്ഷേ എന്ന് പറയാൻ ഇതെല്ലാം ഇങ്ങനെ അഴിമതി നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? അതാണ് ഞാൻ ചോദിച്ചത്, ദേവസ്വം ബോർഡ് വേണോ വേണ്ടേ? വേണത് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ വേണ്ടാത്തതാണ് അവസ്ഥ. ശബരിമലയിലെ പ്രശ്നം തന്നെ കണ്ടില്ലേ, 30 കോടി രൂപയ്ക്കൊക്കെയാണ് അങ്ങേര് വാങ്ങിച്ചിട്ടേക്കണത്. ഈ കണക്കിനാണ് ശബരിമല നശിക്കും. യാതൊരു മാറ്റവും ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ശബരിമലയുടെ ദൂരം പോയി. സ്വർണ്ണം അറിയത്തില്ല, കണക്കില്ല. ബോർഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡ് ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രയും കാലം പിടിച്ചു നിന്നത്. അത് അമ്മക്ക് എത്ര പൊട്ടക്കണ്ണന്മാർക്ക് അറിയാമല്ലോ, ഈ ബോർഡ് പോറ്റി മാത്രം ഇളക്കി കൊണ്ടുപോകും. നമസ്കാരം. ഇന്ന് രാവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഒരു ചിരിയാണ് വന്നത്. കാരണം വിശ്വാസികളൊക്കെ ഇങ്ങനെ ഒരു ദേവന് മുന്നിൽ അവരുടെ ഭക്തിയുടെ പേരിൽ അവർ കൊടുക്കുന്ന കണക്ക്, ആ സ്വർണത്തിൻ്റെയും കാശിൻ്റെയും കണക്ക് തനിക്ക് തരേണ്ട ആവശ്യമില്ല, ഞാൻ വന്നത് മുതലുള്ള കാര്യം മാത്രം അറിയാൻ മതി, ഇതിലുള്ള ഒരുമാതിരി മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നത്. വളരെ കാലമായി ദേവസ്വം ബോർഡ് അഴിമതിയിൽ അട്ടിമൂട്ടി പൂത്തുറിഞ്ഞ് നിൽക്കുക. കൃത്യമായ കണക്കുകളില്ല, കാര്യങ്ങളില്ല, സ്വർണ്ണം എത്ര ഉണ്ടെന്നറിയില്ല, എത്ര കൊടുത്താച്ചെന്നറിയില്ല, അങ്ങനെ 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 ഇതൊന്നും ദേവസ്വം ബോർഡും അടുത്ത ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയൊന്നും കയ്യിൽ നിന്ന് ഇട്ട കാശൊന്നുമല്ല. ഇതേപോലെ അയ്യപ്പനോടുള്ള ഭക്തി മൂലം ഒരുപാട് പേര് സംഭാവന ചെയ്യുന്ന സ്വർണ്ണവും ആകാശവും ഒക്കെയാണ്. ഇതൊക്കെ എവിടെ പോകുന്നു? ഇതിന് കണക്കില്ലേ? ഇത് എന്താണ് ഈ ഒരു വകുപ്പ് കാണിക്കുന്നത്? മനസ്സിലാകുന്നില്ല. ഇതായാലും നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം, ദേവസ്വം ബോർഡ് ആവശ്യമാണോ ഇല്ലയോ എന്ന്. ചേട്ടാ, ദേവസ്വം ബോർഡ് വേണോ വേണ്ടേ? വേണ്ട. കാരണം അടിപൊളി അഴിമതി. ഇന്ന് രാവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പത്രസമ്മേളനം കണ്ടായിരുന്നോ? കണ്ടില്ല. എന്തിനാണ് ഈ ഹിന്ദുക്കളെ ആവശ്യങ്ങൾ മുസ്ലിങ്ങളെ പൈസ നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. അവിടെ വീഴുന്ന പൈസ, അമ്പലത്തിൽ വീഴുന്ന പൈസ ഗവൺമെന്റ് കൊണ്ടുപോകണം. കണക്കുമില്ല, സ്വർണ്ണത്തിനൊന്നും കണക്ക് പോലും ഇല്ല. സ്വർണ്ണം വരെ കൊണ്ടുപോകണം. ഇപ്പൊ വേണ്ടെന്നുള്ള അഭിപ്രായമാണ് വേണ്ടെന്നുള്ള അഭിപ്രായം തന്നെ. വിശ്വാസികളെ ഏൽപ്പിക്കുന്നത്. അവരുടെ വിശ്വാസ ബാക്കിയുള്ള മതക്കാരുടെ വിശ്വാസമുള്ള സ്ഥലത്തല്ലേ അവരെ ഏൽപ്പിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ക്രിസ്ത്യനായാലും മസ്ജിദ് ആയാലും അവർക്കൊക്കെ ഒരു ബോർഡുണ്ട്. പക്ഷെ അവർക്ക് ഇതുപോലെ ഒരു അഴിമതി പോലും കേട്ടിട്ടില്ല. എന്തെങ്കിലും അഴിമതി കേട്ടിട്ടുണ്ടോ? സഭയായാലും മസ്ജിദ് അഴിമതി കേട്ടിട്ടുണ്ടോ? നമ്മളത് എത്രയോ വർഷമായിട്ട് അഴിമതിയല്ലേ. ചേട്ടാ, ദേവസ്വം ബോർഡ് വേണോ വേണ്ടേ? വേണമെന്നാണ് അഭിപ്രായം. അപ്പൊ അവിടെ ഈ അഴിമതികൾ കിടക്കുന്നത്, സ്വർണ്ണം കാണാനില്ല, പൈസ കാണാനൊക്കെ പറയുന്നത്, കണക്കൊന്നുമില്ല. ദേവസ്വം ബോർഡ് വേണം എന്നുള്ള ചേട്ടൻ്റെ അഭിപ്രായം. അമ്മയുടെ അഭിപ്രായം ദേവസ്വം ബോർഡ് വേണോ വേണ്ടേ? വേണം. ഒരുപാട് അഴിമതിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ശബരിമലയിൽ സ്വർണ്ണം കാണാതെ ഇതൊക്കെ പറയും. അത് കണക്കൊന്നുമില്ല. എന്തിനാണ് ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ ദേവസ്വം ബോർഡ്? അല്ല, സംരക്ഷിക്കേണ്ട ആൾക്കാർക്ക് തന്നെ കണക്കില്ല, എത്ര സ്വർണം പോയി. അപ്പൊ ദേവസ്വം ബോർഡിന്റെ ആവശ്യം എന്താ? നോക്കി 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 പരിപാടിയില്ലേ? ആവശ്യമാണ്. പക്ഷേ എന്ന് പറയാൻ ഇതെല്ലാം ഇങ്ങനെ അഴിമതി നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? അതാണ് ഞാൻ ചോദിച്ചത്, ദേവസ്വം ബോർഡ് വേണോ വേണ്ടേ? വേണത് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ വേണ്ടാത്തതാണ് അവസ്ഥ. ഇതുകൊണ്ടൊരു ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കും. അതെ അതെ, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി. അല്ല, അദ്ദേഹം പറയുന്നത് മുമ്പുള്ള കാര്യം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ വന്നതുമുള്ള കാര്യം നോക്കിയാൽ പിന്നെ എന്തിനാണ് ഈ ബോർഡ് ഓരോരുത്തർ ഒരുപാട് കാര്യം നോക്കിയാതോ? അമ്മയുടെ അഭിപ്രായം എന്താണ്? ദേവസ്വം ബോർഡ് ആവശ്യമാണോ ഇല്ലയോ? ചേച്ചി, ദേവസ്വം ബോർഡ് വേണോ വേണ്ടേ? ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിൽ നമ്മൾ കൊണ്ടിടുന്ന പൈസ എല്ലാം എടുത്തുകൊണ്ട് പോയി ഗവൺമെന്റുകാർ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനാണ്. ദേവസ്വം ബോർഡിനേക്കാളും ഭയങ്കര ദേവസ്വം ബോർഡ് അല്ല, ഭഗവാന്റെ സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. പക്ഷെ അവിടെ തന്നെ സ്വർണ്ണം കാണാൻ ശാരി വരെയല്ലേ? അല്ല, ദേവസ്വം ബോർഡ് മൊത്തത്തിൽ പറ്റിപ്പ് തന്നെ, ഏത് ഇത് എടുത്താലും. ഇപ്പൊ ശബരിമലയിലെ പ്രശ്നം തന്നെ കണ്ടില്ലേ, 30 കോടി രൂപയ്ക്കൊക്കെയാണ് അങ്ങേര് വാങ്ങിച്ചിട്ടേക്കണത്. ലോകത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പൊ ഇത്രയും സ്വർണ്ണങ്ങളും കാര്യങ്ങളും ഇരിക്കണം എന്ന് പറയുന്നത്. അത് അവര് ട്രസ്റ്റാണ് നടക്കുന്നത്. ആ ദേവസ്വം ബോർഡ് പോയനെ. അതാണ്. അതേപോലെ ഈ ദേവസ്വം ബോർഡ് മൊത്തം പറ്റിപ്പ് തന്നെ. ദേവസ്വം ബോർഡ് വേണോ വേണ്ടേ? ആവശ്യമാണോ അല്ലയോ? വേണം. അപ്പൊ ഭഗവാന്റെ സ്വത്തും ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. ഇപ്പൊ ശബരിമലയിലെ സ്വർണ്ണത്തിന് തന്നെ കണക്കില്ല, അവർക്ക് അറിയില്ല, പിന്നെ എന്തിനാണ് ബോർഡ്? ദേവസ്വം ബോർഡ് ഇപ്പൊ കറക്റ്റായി പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ആവശ്യമാണ്. കള്ളന്മാരാണ്. ഈ കണക്കിനാണ് ശബരിമല നശിക്കും. യാതൊരു മാറ്റവും. ദേവാലയം കംപ്ലീറ്റ് മുക്കൊണ്ടിരിക്കുക. ഈ ബാക്കിയുള്ള ഇപ്പൊ ക്രിസ്ത്യനായാലും സഭയുണ്ടവർക്ക് മസ്ജിദിന്റെ അവരെ സംഭവമുണ്ട്, അവിടെ ഒന്നും ഒരു അഴിമതി നമ്മൾ കേൾക്കുന്നില്ല. അവർ ഭംഗിയായിട്ട് അവരുടെ സ്വത്തുക്കൾ നോക്കുന്നുണ്ട്. ഇത് ബോർഡ് വേണ്ടെന്നാണ് അഭിപ്രായം. ബോർഡിന് ഇത്
കർശനമായി ഇത് കണ്ടുപിടിച്ച് ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല കേട്ടില്ല എന്നാണ് അവരുടെ അഭിപ്രായം. ദേവസ്വം ബോർഡ് ആവശ്യമാണോ ഇല്ലേ? ആവശ്യമാണോ ഇല്ലെന്ന് ചോദിച്ചാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ആവശ്യമില്ല. അതെന്നിട്ട് അങ്ങനെ പറയാൻ കാര്യം? അതിൻ്റെ ആവശ്യമില്ല. ആ, അതുകൊണ്ട് സർക്കാരിനൊരു ഗുണമില്ലല്ലോ. സർക്കാരിന് ജനങ്ങൾ പിന്നെ ഞങ്ങൾക്കൊരു ഗുണമില്ല. പിന്നെ ഇപ്പോഴത്തെ അവസരം നോക്കിയിട്ട് ദേവസ്വം പോകാനല്ല സർക്കാരിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ശബരിമല പീഠം പോയി. സ്വർണ്ണം അറിയത്തില്ല, കണക്കില്ല. കണക്കിലൊന്നുമില്ല, അത് അവിടുത്തെ മേൽശാന്തിയാരാണ് എടുത്തുകൊണ്ട് പോയത്. അതല്ല, അവരെന്തോ അത് ചെന്നൈയിലേക്ക് ക്ലെയിം ചെയ്യാനോ സർവീസ് ചെയ്യാനോ കൊടുത്തിട്ടാണെന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു കണക്കില്ല. ദേവസ്വം ബോർഡ് എന്തിനാണ്? ഭഗവാന്റെ സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡ്. അല്ല, പത്മനാഭൻ്റെ അത് അവര് കൊട്ടാരത്തിനായതുകൊണ്ട് പോകത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോൾ പോയെന്ന് വെച്ചാൽ കാറ്റ് വെള്ളം ദേവസ്വം ബോർഡ് വേണം. ഈ ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കാനല്ലേ ബോർഡ് രൂപീകരിച്ചത്. അതെ. പക്ഷേ സ്വത്തിനെ പറ്റി യാതൊരു വിവരം അവർക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങോട്ട് സ്വർണം പോയെന്നോ കാശ് പോയെന്നോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എന്തിനാണ് ബോർഡ്? ബോർഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബോർഡ് ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രയും കാലം പിടിച്ചു നിന്നത്. ഇപ്പൊ ആരെ കാശ്? ബോർഡിന്റെ കാശോ? ജനങ്ങളെ ഭക്തന് കൊടുക്കുന്ന കാശോ? ആയിക്കോട്ടെ, ഇത്രയും കാലം ബോർഡെന്ന് പറഞ്ഞൊരു സംരക്ഷണ സമിതി ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താണ് കൊള്ളയില്ലായ്മ നടന്നാന്ന് അവർ കണ്ടുപിടിക്കട്ടെ. അവർക്ക് അറിയാമെന്ന് പറയുന്നു. ഇന്ന് രാവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഞാൻ വന്നതിനുള്ള കാര്യം മാത്രം ഞാൻ പറയാനുള്ളൂ, അതിന് മുമ്പോടായിരിക്കും അറിയില്ല. പിന്നെ എന്തിനാണ് ബോർഡ്? ചോദിച്ചവിടെ സർക്കാർ എന്തിനാണ്? ഏത് കാര്യത്തിനും അതിന് ഇതുണ്ടാവുമല്ലോ. ബോർഡ് വേണം, പക്ഷെ മര്യാദയ്ക്ക് നടക്കണമല്ലേ? മര്യാദയ്ക്ക് നടക്കണം, അതാണ് ആവശ്യം. പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ബോർഡ് ഒരു ഇതുള്ളതുകൊണ്ടല്ലേ അത് പിടിച്ചു. അല്ല, അത് അവിടെ കൊട്ടാരത്തിന്റെ ഭരണസമിതിയാണ്. ആയിക്കോട്ടെ, സർക്കാരിന് അതിലൊരു കാര്യമില്ല. ഇല്ല, എന്നാലും ഒരു ഭരണസമിതി ഉണ്ടല്ലോ. അതെ, പേരിനായാലും ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പോൾ മസ്ജിദ് ആയാലും അല്ലെങ്കിൽ സഭ ആയാലും അവിടെ ഒന്നും നമ്മളൊരു അഴിമതിയും കേൾക്കുന്നില്ല. അവിടെ ഇതുപോലെ അഴിമതി നടത്താനുള്ള സാധനങ്ങളില്ല. ഒരു പള്ളിയിൽ എത്ര അഴിമതി നടത്താൻ എന്തിരിക്കുന്നു? ആരെങ്കിലും നക്ക വെച്ച് ഇടുന്ന പൈസയില്ലേ ഉള്ളൂ. ഏറ്റവും സ്വത്ത് ക്രിസ്ത്യൻ സഭയ്ക്കാണ്. ക്രിസ്ത്യൻ സഭയ്ക്ക് ഉണ്ടെങ്കിൽ അവിടെ സ്വർണ്ണമൊന്നും വന്ന് അടിക്കുന്നില്ലല്ലോ. ഇപ്പോഴും നടന്ന സർക്കാരിനെതിരെ ഒരു പ്രചരണം അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ സർക്കാരിനെ പരിതേച്ച് കാണിക്കുക എന്നാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും. അപ്പൊ കാണാതെ സ്വർണം, കാണാതെ പോയ സ്വർണം. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇത്രയും ചെയ്യുന്നത് മറ്റൊരു ഏതെങ്കിലും ഒരു പാർട്ടിക്കാരുടെ സത്യമായത് കൊണ്ടല്ലോ ഇത്രയും ആക്ഷേപം കേൾക്കുന്നത്. ആണ്. വെറുതെ ഒരു ആക്ഷേപം ഉണ്ടാവില്ലല്ലോ. കേൾക്കൂല. ഗണപതിയാൻ കോവിൽ ഏതിലേ വന്ന് പമ്പയാറ് മുറിഞ്ഞല്ലേ ഗണപതിയാൻ കോവിലിൽ കൂടെ ഇപ്പോൾ പോകുന്നത്. അതുപോലെ നമ്മളെല്ലാം ഭക്തജനങ്ങളാണ്. ഞാൻ പോയിട്ട് 7 വർഷം അയ്യപ്പനെ കാണാം. നമുക്ക് അയ്യപ്പന്റെ സഹായം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പിന്നെ പോവാൻ നമുക്കൊരു കണക്കുണ്ട് പോണേന്. പിന്നെ 18 മല പോണവര് തെങ്ങും കൊണ്ട് പോകും. അമ്മ ഭക്തയാണ്, ശബരിമല പോകുന്ന ആളൊക്കെയാണ്. അമ്മക്ക് ദേവസ്വം ബോർഡ് വേണോ? വേണ്ടേ? ദേവസ്വം ബോർഡ് വേണ്ടേ? ദേവസ്വം ബോർഡ് വേണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അവിടെ നിയന്ത്രണം ഇല്ലാതെ ആവില്ല. അപ്പൊ ഈ ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കാനാണ് ബോർഡ്. അവർക്ക് അറിയില്ല എന്ന് പറയുന്നു. അവരാരും അറിയാതെ ഇത് ഇളക്കി ഒരു പോറ്റി മാത്രം കൊണ്ടുപോകൂ. അത് അമ്മക്ക് എത്ര പൊട്ടക്കണ്ണന്മാരൊക്കെ അറിയാല്ലേ. ഈ ബോർഡ് പോറ്റി മാത്രം ഇളക്കി കൊണ്ടുപോകും. ഇപ്പൊ ആ പോറ്റിയുടെ പേരിൽ മാത്രം കൊണ്ട് വെക്കുന്നതാണ്. ഒരാളെ അറിയാതെ പോകൂല. ബോർഡ് വേണം, പക്ഷെ കുറച്ചുകൂടെ കാര്യക്ഷമമാണോ അല്ലേ? നന്നായിട്ട് പ്രവർത്തിക്കണം. നല്ലപോലെ പ്രവർത്തിക്കുന്ന കാര്യം. ഞങ്ങളും ഒക്കെ അയ്യപ്പനെ 1-2 തവണയൊന്നും അല്ല, നമ്മളെ കുടുംബമേ പോവുകയാണ്. അപ്പൊ അയ്യപ്പൻ ഇല്ലാതിരിക്കാനൊന്നും നോക്കില്ല. അമ്മയ്ക്ക് ഷുഗർ ഉണ്ടോ? ഇതിനാണ് ഷാർജ കുടിക്കുന്നത്. ഷാർജ കുടിക്കണമെന്ന് വെച്ചാൽ വെള്ളം ദാഹിക്കുന്നത്. അപ്പൊ 2 കാര്യം നടക്കും. മധുരം ഷുഗർ ഉണ്ടെങ്കിൽ മധുരം ഉപയോഗിക്കുന്നത്. വിശപ്പും നടവും ക്ഷീണവും മാറുമെന്ന് പറഞ്ഞാണ് ഇത് കഴിക്കുന്നത്. ചേച്ചി, നമ്മുടെ ദേവസ്വം ബോർഡ് വേണോ വേണ്ടേ? അറിഞ്ഞൂടാ. ഈ പറയുന്ന രാവിലത്തെ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ പത്രസമ്മേളനം കണ്ടതിന് ശേഷമാണ് ഞാൻ ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. കാരണം സംഭവം ഒരു ഉത്തരവാദിത്തമില്ലാത്ത പോലെ അദ്ദേഹം സംസാരിച്ചത്. എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ട്, ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം വായിച്ച ആ ബോർഡിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരിക്കുന്ന ഒരാൾ, അതുപോലെ തന്നെ ഈ പറയുന്ന ശബരിമല സ്വത്തുക്കളൊന്നും ഇവർ ദേവസ്വം ബോർഡോ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ആരും കൊണ്ട് കൊടുത്തതൊന്നുമല്ല. ഇതൊക്കെ ഭക്തർ ആ ദേവൻ്റെ വിശ്വാസപ്രകാരം അവർക്ക് സമർപ്പിച്ചതാണ്. ഇന്ന് കാണാനില്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല, എവിടെ പോയെന്ന് അറിയില്ല എന്നൊക്കെ പിടിച്ചു പറയുമ്പോൾ ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണം. സ്പേസ് വേണ്ടി കേരള അനീഷ് മംഗലാപുരത്തിനൊപ്പം സീത് മാരാർ സൈനികം.